എന്തുകൊണ്ടാണ് ഷെയർ മാർക്കറ്റ് ഒറ്റയടിക്ക് താഴോട്ട് പോയത്? ഷെയർ മാർക്കറ്റ് പലപ്പോഴും എക്കണോമിയായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടൊന്നുമല്ല, അതിന്റെ ചലനം വരുന്ന കാര്യം ശരിയാണ്. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള കൂടുതൽ കാര്യം വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. വിദേശ യാത്ര കുറഞ്ഞ ചെലവില്, പിന്നെ വിദേശത്ത് പ്രവാസി നിക്ഷേപത്തിന്റെ കാര്യത്തിലല്ല, പൊതുവില് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സാമ്പത്തിക രംഗത്ത് ഒരു ഇത്രയും ക്രൈസിസ് വരുമ്പോൾ അതിനെ പരിഹരിക്കാനില്ല. ഞാനത് ഒരു കാര്യം കൂടി പറയാം. GSTയുടെ കാര്യത്തിനകത്ത് ഒരു റീഓർഗനൈസേഷൻ കൊണ്ടുവന്നു, റീസ്ട്രക്ചറിംഗ് ഓഫ് റേറ്റ്സ്. കഴിഞ്ഞ മാസം തൊട്ട് മുമ്പത്തെ മാസം കിട്ടിയ 2,30,000 കോടിയിൽ നിന്നും 1,70,000 കോടിയിലേക്ക് ഒറ്റ മാസത്തെ വരുമാനം GST കുറഞ്ഞു. ഇങ്ങനെ പറയുമ്പോൾ ഈ പണമാണോ? ആകെ ഇന്ത്യയിലാകെ ഒരു പ്രശ്നം സെൻട്രൽ കയ്യിൽ വരുന്ന ആ കണക്കാണ്. അപ്പൊ എല്ലാ സ്റ്റേറ്റിനെയും ബാധിക്കുന്ന തരത്തിലേക്ക് അത് വന്നിട്ടുണ്ട്. അപ്പൊ അത് പരിഹരിക്കാനുള്ള ഒരു കാര്യവും ഈ ബഡ്ജറ്റിലില്ല. ഈ ഭാവിയിൽ നമ്മുടെ എക്കണോമിയെ ബാധിക്കുന്ന തരത്തിൽ തന്നെയാണെന്നുള്ളതാണ് ജനറലായിട്ട് എനിക്ക് പറയാനുള്ള ഒബ്സർവേഷൻ. പിന്നീട് അതുപോലെ തന്നെ എടുത്ത് ഓരോ മേഖല നോക്കിയാൽ ഈ ഇതിന്റെ പ്രയോറിറ്റീസ് മനസ്സിലാവും. ഈ പ്രയോറിറ്റീസിനകത്ത് എടുത്തേക്കുന്ന വിഷയങ്ങളില് നമ്മുടെ ഓരോ മേഖല എടുത്താൽ വളം സബ്സിഡി 1,76,000 പ്രസന്റ് ഇയറിലെ റിവേഴ്സ് എസ്റ്റിമേറ്റ്. പക്ഷെ അടുത്ത വർഷത്തേക്ക് വെച്ചേക്കുന്നത് 1,70,000. വളം സബ്സിഡി മാത്രം, ആ ഒരു മെയിൻ ഹെഡി മാത്രമാണ്. ഭക്ഷ്യ മേഖലയില് ഒരു 2,28,000 ഇപ്പോഴത്തെ റിവേഴ്സ്ഡ് ആയിട്ടുള്ള സബ്സിഡി ഇപ്പൊ വെച്ചേക്കുന്നത്. അത് 2,27,000. സാധാരണ ഏത് സബ്സിഡി അല്പം ഇൻക്രീസ് ചെയ്യില്ലാതെ പുറകോട്ട് വരത്തില്ലല്ലോ. പെട്രോളിയം സബ്സിഡി അതെനിക്ക് തോന്നുന്ന സബ്സിഡി ഈ പമ്പിങ്ങിനും മറ്റൊക്കെ കൊടുക്കുന്ന കാർഷിക മേഖലയെ ബന്ധപ്പെട്ടായിരിക്കും. അത് 15,000 കോടി ഇപ്പോൾ ഉള്ളത് 12,000 കോടിയായിട്ട് കുറഞ്ഞു, 3,000 കോടി കുറഞ്ഞു. കാർഷിക മേഖലയായി ബന്ധപ്പെട്ടെടുത്താലും ആരോഗ്യ മേഖല എടുത്താലും ഇതേ പ്രശ്നം തന്നെയാണ്. ഞാൻ അതിനകത്തൊന്നും ഒരു ഇൻക്രീസ് ഇല്ല. ഇപ്പൊ ആരോഗ്യ മേഖല 98,311 കോടിയുള്ളത് 94,000 കോടിയും ചെലവാക്കുമ്പോൾ ഇപ്പോഴും വലിയ പ്രശ്നമായിട്ടുണ്ട്. ഗ്രാമീണ വികസനത്തിൽ 2,65,817 കോടി ഉണ്ടായിരുന്നത് 2,12,000 കോടിയാണ് ചെലവഴിച്ചത്. അത് ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് എം.എൻ.എ. അവധിയൊക്കെ വരുന്നതാണ്. ഇപ്പോഴും അതേ പ്രവണത തന്നെയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖല വലിയ വർധനയില്ല. ദുരന്ത നിവാരണ മേഖലയിലെ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ദുരന്ത നിവാരണം നമ്മുടെ പല ദുരന്തങ്ങളും ഉണ്ടാവുമ്പോൾ 24,257 കോടിയായിരുന്നു റിവേഴ്സ് എസ്റ്റിമേറ്റ്. സാധാരണ രീതിയിൽ കൂട്ടിയാണ് വെക്കേണ്ടത്. അത് 22,574 കോടിയാണ് കുറയുകയാണ്. SSK നമുക്ക് ധാരാളം ചർച്ച ചെയ്യുന്ന സ്കൂൾ വിദ്യാഭ്യാസ 41,250 കോടിയായിരുന്നു. അത് 38,000 കൊടുത്തുള്ളൂ. അതിലും ഇൻക്രീസ് ഇല്ല. ഏറ്റവും വലിയ തട്ടിപ്പും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ബാധിച്ച പ്രശ്നം ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട കണക്കാണ്. ജലജീവൻ മിഷൻ നമ്മള് തന്നെ 40,000 കോടിയുടെ വർക്കാണ്. കരാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50% കേന്ദ്രം, 50% സംസ്ഥാനം. നമ്മൾ 1,000 കോടി ചെലവാക്കുമ്പോൾ അവർ 1,000 കോടി തരും. ഇപ്പൊ നമ്മൾ കൂടുതൽ ചെലവാക്കിയപ്പോ നമുക്ക് കിട്ടാറുള്ളത് തന്നെ കുറെ ഏർപ്പെടാം. എന്നിട്ട് ഇപ്പോൾ ഒരു പണം തരുന്നില്ല. കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു ജലജീവൻ മിഷൻ തുടരും. ഈ വർഷം ഒന്നും ചെയ്യുന്നില്ല. നമ്മളിപ്പോ 5,000 കോടി രൂപ, വലിയ തുകയാണ് എടുക്കേണ്ടി വന്നത്. കോൺട്രാക്ടർമാരെ പണി ചെയ്തിട്ട് പണം കൊടുക്കണം. 5,000 കോടി രൂപ എടുത്തിട്ടോ അത് കൊടുക്കാനായിട്ട് നബാർഡ് വേണ്ടി നമ്മൾ എടുത്തേക്കോ. ഇപ്പോ അന്ന് 67,000 കോടിയാണ് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് വെച്ചത്. ഇവിടെ വലിയ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പല പത്രങ്ങളും എഴുതാറുണ്ട് കോൺട്രാക്ടർമാർ കൊടുക്കുന്നില്ലാതായിരുന്ന ഏറ്റവും വലിയ തുകയുള്ള ചെലവ് വരുന്ന 67,000 കോടി അവർ ബഡ്ജറ്റ് വെച്ചു. ചെലവഴിച്ചത് 17,000 കോടി. എത്ര വലിയ തട്ടിപ്പാണ് ആ ജലജീവന്റെ കാര്യത്തിനകത്ത്. ഇനി ഏറ്റവും സീരിയസ് ആയ ഒരു പ്രശ്നം തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിക്ക് കഴിഞ്ഞ വർഷം 88,000 കോടിയായിരുന്നു വെച്ചത്. ഈ വർഷം അത് 30,000 കോടി വെച്ചു. ഇവര് 60-40 ആക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ ആയപ്പോലും ഈ 90,000-ന്റെ 60% 14,000 കോടി വെക്കണ്ടേ? 30,000 കോടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതിനൊന്നും വെക്കാൻ പണമില്ല. കർത്തവ്യത്തെ പറ്റി നല്ലതുപോലെ പറയുന്നുണ്ടെങ്കിൽ കർത്തവ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പണമില്ല എന്നതാണ് ഇത് നമുക്ക് കാണുന്നതല്ല. ഇതിന്റെ എഫക്ട് നമ്മളെല്ലാം വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ മേഖലകളും വരും. ഇതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴാണ് കേരളത്തിന് എന്തൊക്കെ പദ്ധതി തന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു റെയിൽവേയുടെ കാര്യത്തിനകത്ത്, അല്ലെങ്കിൽ അതിവേഗ റെയിൽവേ മാത്രമല്ല എയിംസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, മറ്റേ ആയുർവേദ രംഗത്തെ കാര്യം പറഞ്ഞു. ഒരു കാര്യവും ഞാൻ കുറ്റമായി പറഞ്ഞിട്ടില്ല. എയിംസ് ഇപ്പൊ എത്രയോ എയിംസ് വന്നു. കേരളത്തിലെ എയിംസിന് ഒരു യാതൊരു അർത്ഥതയില്ല. ആയുർവേദത്തിന്റെ കാര്യത്തിനകത്ത് പറഞ്ഞ് എവിടാന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ വളരെ പ്രത്യേകതയോടുകൂടി എടുത്തു പറഞ്ഞാണ് BJP.
വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത കേരളത്തിന് വേണ്ടി മാത്രമൊന്നുമല്ല. നമ്മൾ തനതായിട്ട് ആ തുറമുഖം നമ്മൾ ഉണ്ടാക്കി, അത് വലുതാക്കി ഉണ്ടാക്കിയെടുത്തു, വലിയ ചെലവുണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരമായ തുറമുഖമായി. ആ തുറമുഖത്തിൽ നിന്ന് ഇന്ത്യയിലെ മറ്റു സ്ഥലത്തേക്ക് പോകണ്ടേ. ഇന്ത്യയിലെ വേറൊരു തുറമുഖത്തിൽ ഇത്ര വലിയ കപ്പൽ എടുക്കത്തില്ല, അടുക്കാനും പോകുന്നില്ല. കാരണം എന്താ, നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ടല്ല, ആഴമാണ്. 18-20 മീറ്റർ ആഴോട്ട് വിരിഞ്ഞത്. അതുകൊണ്ടാണ് അത്രയും വലിയ കപ്പൽ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഇറങ്ങുന്ന കപ്പലുകളിൽ നിന്ന് ചെറിയ കപ്പലുകളിൽ പോവാ, കന്യാകുമാരി പോവാ, ട്രെയിൻ വഴി പോവാ. ഇതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം രാജ്യത്താകണം. എന്ന് മാത്രമല്ല, മറ്റ് രാജ്യങ്ങൾക്കും, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മറ്റ് രാജ്യങ്ങൾക്കും നമ്മുടെ ഈ തുറമുഖം സഹായകം. അതിന് വേണമെങ്കിൽ എന്താ വേണ്ടേ, സ്പീഡാവണമെങ്കിൽ നല്ല കോറിഡോർ വേണം. ഞാൻ പറഞ്ഞ വലിയ വേഗതയിലോ ട്രെയിൻ പോകണമെന്ന് മാത്രമല്ല, നല്ലതുപോലെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോറിഡോർ വേണം. ഈ കണ്ടെയ്നറിന് മറ്റും പോകുന്ന കാർഗോ കോറിഡോർ വേണം. അത് വെച്ചിട്ടില്ല. 6-7 സ്ഥലത്ത് വെച്ച വേരണം വെച്ചു. രണ്ടാമത് കേരളത്തിൽ എന്തുകൊണ്ടാണോ അതിവേഗ ഒരു കോറിഡോർ വേണ്ടതിന്റെ ആവശ്യം? കേരളം 3000 കിലോമീറ്റർ അകലെ കിടക്കുന്ന സ്ഥലമാണ് ഡൽഹിയിൽ. വളരെ ദൂരെ കിടക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ സെൻട്രലിലേക്ക് മറ്റു സ്ഥലത്തേക്ക് എത്തണം. കാരണം ഇന്ത്യയുടെ ഭാഗമായി നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ എന്ന് ഡൽഹിയല്ലേ. മറ്റു നഗരങ്ങളുമായിട്ട് ബന്ധം വേണ്ടേ? യാതൊരു പരിഗണനയില്ല. മറ്റു പല സ്റ്റേറ്റിലും ഹൈദരാബാദ്, പൂനെ, ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ, എത്ര കോറിഡോർ ഉണ്ട് അവിടെ? നോർത്തിൽ എത്ര കോറിഡോർ ഉണ്ട്? അങ്ങനെ കോറിഡോർ കൊടുക്കേണ്ടതല്ലേ? ആ കോറിഡോർ വന്നിട്ടേ ഇല്ല. അപ്പൊ ഇങ്ങനെ യാതൊരു നീതി, ഇതൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മാത്രമുള്ള പ്രശ്നമല്ല, ഇന്ത്യയിലെ ഇൻഡസ്ട്രി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം താമരക്കുരുവിന് വേണ്ടിയിട്ടൊരു വ്യവസായം പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക, അതിന്റെ പേരുണ്ട് താമരക്കുരു. ഈ ഡയറ്റിംഗ് ഇപ്രാവശ്യം കടലാമയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയുണ്ട്. കേരളത്തിലുള്ള പദ്ധതി. പിന്നെ ഇങ്ങനെ പദ്ധതികൾ പലതും പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതുകൊണ്ട് ഗുണമുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അമേരിക്കയുടെ ട്രംപിന്റെ കാലിപ്പാർ വരുമ്പോൾ എങ്ങനെ നമ്മുടെ കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ബാധിച്ചു. നമുക്കാണെങ്കിൽ 13,000-4,000 കോടിയാണ് പരമ്പരാഗത വ്യവസായ മേഖലയിൽ മാത്രം ബാധിക്കുന്നത്. കയറും കശുവണ്ടി ഒരു കർഷകന് വേണ്ടിയില്ല, പ്ലാന്റേഷൻ സപ്പോർട്ടില്ല. അങ്ങനെ ഒരു സെക്ഷനും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ഒരു സാമ്പത്തിക രംഗത്ത് വലിയ കൊട്ടിഘോഷിക്കുന്ന വലിയ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം AVGC പോളിസിയാണ്. AVGC പോളിസിക്ക് ആകെ വെച്ചേക്കുന്നത് ഇന്ത്യ പോലും രാജ്യത്താണെന്ന് ആലോചിക്കണേ. നമ്മുടെ കേരളത്തിലെ 10-20 കോടി വെക്കുന്നത് പോലല്ല ഇന്ത്യയുടെ ബഡ്ജറ്റിന്റെ സൈസ്. 40-50 ലക്ഷം കോടി, 250 കോടിയാണ് ഇന്ത്യ ബഡ്ജറ്റ്. അപ്പൊ ഇതാണ് പൊതുവില് അവരുടെ സമീപനം. നമ്മുടെ കടം വെട്ടിക്കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് വലിയ ഗുണമുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. നമ്മുടെ ഈ ബഡ്ജറ്റ് സമിതി ഇത് ഈ രാജ്യത്തെ സംബന്ധിച്ച് വളരെ ദൂരവ്യാപകമായിട്ടുള്ള നെഗറ്റീവ് എഫക്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഗ്രോത്ത് ഉണ്ടാവില്ല. കാരണം റവന്യൂ കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം ഇന്റർനാഷണൽ ആയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് കടം കുറയ്ക്കുക, ചെലവ് കുറയ്ക്കുക. ചെലവ് കുറയ്ക്കുമ്പോൾ അതിന്റെ ഫലം എന്താ? ചെലവ് കുറയ്ക്കുമ്പോൾ അതിന്റെ ഫലം നാട്ടിലെ ആളുകളുടെ പണം ഉണ്ടാവില്ല. ഇപ്പൊ MNREG മാത്രം ഞാൻ അതുകൊണ്ട് പറഞ്ഞു. 88,000 കോടി രൂപ കഴിഞ്ഞ പ്രാവശ്യം വെച്ചത് ഇപ്പൊ 30,000 കോടി വെക്കുന്നു എന്ന് പറഞ്ഞു. കോടിക്കണക്കിന് ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന 100 ദിവസത്തെ കൂലി എന്ന് പറഞ്ഞാൽ അവരുടെ ഭക്ഷണം മേടിക്കാനും അത്യാവശ്യം മരുന്ന് മേടിക്കാനും ഒക്കെ ഉള്ള കാര്യം അവർക്ക് ഈ ചെയ്തിട്ടില്ല. കേരള ഗവൺമെന്റ് നമ്മൾ ഒരു റിസ്ക് എടുത്തു. വലിയ തുകയാണ് 1000 കോടി കേരളത്തെ സംബന്ധിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഞാൻ ബഡ്ജറ്റിൽ കഴിഞ്ഞ ദിവസം 1000 കോടി വെച്ചു. അപ്പൊ ഇത് എല്ലാ മേഖലയിലും ബാധിക്കും. ഇതിന്റെ ഒരു സപ്പോർട്ട് എഫക്ട് എല്ലാവരും ബാധിക്കുന്നതാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. നമ്മള് ഇതിനകത്ത് പറഞ്ഞ നമ്മുടെ എയിംസിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നിട്ടില്ല. 21,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് നമ്മൾ ചോദിച്ചു. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഇത്ര വെട്ടിക്കുറച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചതാണ്. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഈ ശബരി റെയിൽ പോലെ ഉള്ള റെയിലിന്റെ ചോദിച്ചു, അതിവേഗപാത ചോദിച്ചു. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അതിവേഗപാത വീണ്ടും വരുമെന്ന് ശ്രീ സാർക്ക് പറഞ്ഞു കേട്ടു. വരുന്നെങ്കിൽ നല്ലത്. ഇപ്പൊ TV-യിൽ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ചെറിയൊരു കാര്യം ചോദിച്ചു. ഈ ആശാവർക്കേഴ്സ് അംഗൻവാടി ഇല്ലേ, ആശാവർക്കേഴ്സ് 12 വർഷമായി അവർക്ക് കേന്ദ്രം തീരുമാനിച്ച ആ തുക തീരുമാനിച്ചിട്ട് 1,000-1,400 രൂപ നമ്മൾ ഈ ബഡ്ജറ്റിൽ കൊടുത്തു. കഴിഞ്ഞ നവംബർ 1 കൊടുത്തു. ഈ ബഡ്ജറ്റിൽ പറഞ്ഞപ്പം എന്നോട് പല ആശാവർക്കേഴ്സും അംഗൻവാടിക്കാരെ വെച്ചിട്ട് അന്ന് ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യം തന്നെ, അന്ന് നവംബറിൽ കൊടുത്ത കാര്യം തന്നെ, അതിന് വീണ്ടും അടുത്ത വർഷത്തേക്കുള്ള പണമാണ് വെച്ചത്. ഞാൻ പറഞ്ഞല്ല, ആ പണം തരും. അതിന്റെ കൂടി ഈ പണം അഡീഷണൽ ആയിട്ട് വീണ്ടും കൂട്ടിയതാണ്. നമുക്ക് അടുത്ത വർഷം കൊടുക്കുക എന്നുള്ള ഇപ്പൊ കൊടുക്കാൻ പറ്റും. നമ്മളെങ്ങനെയാണ് കാണുന്നത് പാചകത്തൊഴിലാളികൾക്കെല്ലാം. പക്ഷെ 1 രൂപ പോലും ഉണ്ടാകും കേന്ദ്രത്തിന്റെ ഈ പദ്ധതി വന്നിട്ടില്ല. അത് 12 വർഷമായതാണ് അത് ചെയ്തിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. പിന്നീട് നമ്മുടെ പ്രവാസികൾ സ്മാർട്ട് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെയുള്ള മേഖലയിലൊന്നും പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഈ പറഞ്ഞ ചില കാര്യങ്ങളില് പിന്നെ
ഇപ്പൊ ഈ മിനറൽ വ്യവസായമായിട്ടൊരു കോറിഡോറും നമ്മൾ പറഞ്ഞ മിനറൽ കോറിഡോറും അവർ പറഞ്ഞത് തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പറഞ്ഞത് നല്ലത് ഡിഫൻസ് കോറിഡോറ്, മിനറൽ കോറിഡോർ. ഡിഫൻസ് കോറിഡോർ എന്ന് പറഞ്ഞാൽ കുറെ സാധാരണ ഡിഫൻസിന് ഉണ്ടാക്കി ട്രെയിനെ കയറ്റി അയക്കുമെന്നല്ല കോറിഡോറിന്റെ അർത്ഥം. സാധാരണ IT കോറിഡോർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലം ഒരു IT കോറിഡോറാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ മേഖലയിൽ കൂടുതൽ ഇൻഡസ്ട്രി ഉണ്ടാവുമെന്നാണ്. ഇപ്പൊ ഉണ്ടാവുന്നത് കഴിഞ്ഞ കേരള ബഡ്ജറ്റിൽ പറഞ്ഞ കൊല്ലം, തിരുവനന്തപുരം, ഇപ്പൊ കൊട്ടാരക്കര, കണ്ണൂര്, പിന്നെ കോഴിക്കോട്, ഇങ്ങനെ ഓരോ മേഖലയിൽ പുതിയ IT പാർക്കുകൾ, IT പോളിസി ഉണ്ടാവും, ഇൻഡസ്ട്രിയൽ പോളിസി ഉണ്ടാവും. അതുപോലെ നമുക്ക് നല്ല മിനറൽസ് ഉണ്ട്. കൽക്കരി പോലുള്ള മിനറൽസ് അല്ല, അയണോർ പോലുള്ള മിനറൽസ് അല്ല. മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മിനറൽ നമ്മുടെ ചവറ തീരത്തും കേരള തീരത്തും. മാഗ്നറ്റ് ആണ് ലോകത്ത് ഇപ്പോൾ EV ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എല്ലാ മോഡേൺ ഡിജിറ്റൽ ഇൻഡസ്ട്രീസ് മുന്നോട്ട് വരും. അതുണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഇവിടെ കേന്ദ്രത്തിന്റെ ഇത് കഴിഞ്ഞിട്ട് ചില ചർച്ചകൾ ഡൽഹിയിൽ നിന്നും ഇവിടുന്ന് കേൾക്കുമ്പോൾ ഒരു ട്രെയിനെ കുറിച്ച് സാധനം കൊണ്ടുവന്ന അങ്ങനെ കൊണ്ടുപോകാനുള്ള സാധനം അല്ല നമ്മൾ ഉദ്ദേശിച്ചെന്നുള്ളത്. നമുക്ക് വേണ്ടത് ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രി വേണം എന്നുള്ളതാണ്. കൽക്കരിയും മിനറൽസും മറ്റു മിനറൽസും കൊണ്ടുപോകുന്നതല്ല. നമ്മൾ അതേപോലുള്ള കാര്യം കേരളത്തിൽ ഇൻഡസ്ട്രിയും വ്യവസായം ഉണ്ടാവണം, തൊഴിലുണ്ടാവണം എന്നുള്ളത് നമ്മളതിനകത്ത് ഉദ്ദേശിക്കുന്നത്.